ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു പക്കാവടൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് പക്കാവട ഉണ്ടാക്കുന്നതിൻ്റെ സാധനങ്ങളെല്ലാം എന്തൊക്കെയാണ് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടിയതാ ഒരു 2 ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് അതും ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം മിക്സിയിലിട്ട് അരച്ചതായത് അതും ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണിൻ്റെ അത്ര ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞത്. കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കാം. കടലമാവ് ഇതുപോലത്തെ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മൾ എത്ര എടുക്കുന്നതിനനുസരിച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഇതുപോലെ തന്നെ ഒരു സ്പൂണിൻ്റെ അത്ര അതും ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ച ഈ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ വേണ്ടി ഇത്തിരി മതി. മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലത് മിക്സാക്കി എടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കാം. നമ്മൾ എത്രയാണ് ഇറച്ചി എടുക്കുന്നത്, എത്ര ഉള്ളി എടുക്കുന്നത്, അതിനനുസരിച്ചുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അധികം വെള്ളമൊഴിച്ച് അരിഞ്ഞും പോകരുത്, അധികം ടൈറ്റ് വേണം. നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിൽ കുഴച്ചെടുക്കാം. ഇതേപോലെ കുഴച്ച് ഇവിടെ എടുക്കുക. കുറച്ച് നേരം ഇവിടെ ഒന്ന്. ഇപ്പം നമ്മുടെ പക്കാവടൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയത് ഞാൻ ഇവിടെ വിടാം. പക്കുവടൻ്റെ കൂട്ട് ഞാൻ ഇവിടെ കുറച്ച് മുമ്പ് ഇതാക്കി വെച്ചതേനു. അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ എണ്ണ ചൂടായി കിടക്കുന്നുണ്ട്. ഇതിലേക്ക് ഓരോ ചെറുതായി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. അധികം ഇത് നല്ല ചിക്കൻ ഉള്ളതുകൊണ്ടൊന്ന് പൊരിഞ്ഞ് വരണം. അപ്പോൾ ഫ്ലെയിമൊന്ന് ഹൈ ഫ്ലെയിമിലാക്കണ്ട, മീഡിയത്തിലാക്കിയിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. പൊരിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ പക്കുവട. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പക്കവട കോരിയെടുക്കാം. പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് എണ്ണ ഊറ്റി നമുക്കിത് കോരിയെടുക്കാം.
കൂടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് ഇട്ട് പൊരിച്ച് എടുക്കാം. ഇപ്പം നമ്മളെ പക്കവട ഇവിടെ റെഡിയായി. നല്ലതാ ക്രിസ്പി ആയിട്ടുള്ള നല്ലതാണതാ. നമുക്ക് അതിനകത്ത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ല സൂപ്പർ നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇത്. അപ്പം ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കാം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.